ഹായ് ഫ്രണ്ട്സ്, ടൂറിട്ട് പോവാം. നമ്മൾ ഹീറോയി ക്യൂട്ട് ഗേൾ ഇങ്ങനെ ഉണ്ടാതിരുന്ന ആലോചിക്കുന്നു. ആ എന്ത് പറ്റിടി? ഇല്ലമ്മ, എനിക്ക് ജോലിക്ക് പോവണം. ആ ഇപ്പം നീ ജോലിക്ക് പോയാൽ വീട്ടുകാരെ ആര് നോക്കൂ? ഇല്ല മോം. ആ നീ ഇപ്പം മേക്കപ്പ് കുറിച്ചല്ലേ പഠിച്ചത്? അതെ മോം, മേക്കപ്പ് കുറിച്ച് പഠിച്ചത്. ശരിടി, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. എന്നാ മോം ഇപ്പം ടെൻഷൻ ആവുള്ളത്? പിന്നെന്താ? ദിയ പറഞ്ഞേക്ക് അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എനിക്ക് ലേറ്റായി, ഞാൻ പോവാം. ദിയ നിൽക്ക്, പോമ്മ, എനിക്ക് ലേറ്റായി, ഞാൻ റെഡി ആവണം. ദിയ എവിടേക്കടി പോകുന്ന? അമ്മ ബായ്. അതിനെ കണ്ണത്ത് കിസ് അടിച്ച് ദിയ പോയി അവിടുന്ന്. ഹീറോയിൻ്റെ പേര് ദിയ. ദിയാക്ക് ലേറ്റായി. ഹലോ റോസി, എവിടെയടി ഉള്ളത്? ആ ദിയ എന്നെ വന്നെത്തി. ദിയ വാവു, നീ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. അതെ, ഈ ഫോട്ടോത്തിലുള്ള സാരി എടുത്തായിരുന്നു. ദിയ പറയാൻ തുടങ്ങി. റോസി, നിന്നെ കാണുമ്പോൾ നീ എന്തെടി ഇങ്ങനെ ഇട്ട് വന്നത്? എടി, ഞാൻ പാൻറ്റ് ഷർട്ട് ഇട്ടിട്ട് വന്ന, നിനക്കെന്താ പ്രശ്നം? മോഡൽ ഡ്രസ്സ് ഇട്ട് വന്നതല്ലേ, നീ സാരി ഇട്ടിട്ട് റെഡിസൻ പോടി. അങ്ങനെ ദിയ വന്നു. അതെ, BTS മെമ്പർ ഇന്ത്യക്ക് വന്നിരുന്നു. അതുകൊണ്ട് ജിമ്മിന് മേക്കപ്പ് ചെയ്യാൻ ഒരു ഗേൾസ് വേണം. ജിമ്മിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്ക്ക് ഇപ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. അവർക്ക് അതുകൊണ്ട് ഇവിടെ തന്നെ മേക്കപ്പ് ചെയ്യാൻ ഒരാൾ വേണം എന്ന് ജിമ്മിന് ഓർഡർ ചെയ്തതിന്. അതുകൊണ്ട് ഹീറോയിൻ്റെ ഇങ്ങനെ ഇത് കണ്ട് ഹീറോയിൻ്റെ ബോസ് ജിമ്മിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീറോയി കമ്പനി ചെയ്യുന്ന ഒരു ഐഡൽ പറഞ്ഞ ഐഡൽ, അതെ BTS മെമ്പർ കമ്പനി ഇന്ത്യയിലുണ്ട്. അതേമാതിരി ഹീറോയെ ഇന്ത്യയിൽ കമ്പനി ഇത് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഹീറോയി പോയി ജിമ്മിനിക്കാണ് മേക്കപ്പ് ചെയ്തത്. ഹീറോയ്ക്ക് കൈക്കാളുള്ള വർക്കത്. അയ്യോ ജിമ്മിനാ, അയ്യോ ഇത് തെച്ച പോവാണോ എന്ന് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ദിയ സർ, നീ പോയിട്ട് ജിമ്മിനിക്ക് മേക്കപ്പ് ചെയ്തു. റൂം ഏതാ? അതെ മുകളിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ജിമ്മിൻ്റെ ഡോർ തുറന്നു. ജിമ്മിനവിടെ ഇരുന്നിട്ട് ഫോൺ ഇത് ചെയ്തോണ്ട് തന്നെ. സർ എക്സ്ക്യൂസ് മീ സർ. എസ് എന്ന് ജിമ്മിൻ. ഓക്കെ, മേക്കപ്പ് നീയാണോ മേക്കപ്പ് ചെയ്യാൻ വന്നത്? അതെ സർ. അങ്ങനെ മേക്കപ്പ് ചെയ്യായിരുന്നു, ജിമ്മിൻ്റെ മേക്കപ്പ് ചെയ്യായിരുന്നു. അയ്യോ എന്ത് സോഫ്റ്റാണ് ഇവന്, അയ്യോ ക്യൂട്ട് മൂച്ചി ബേബി. ഹീറോയി മനസ്സിലുണ്ട് പറക്കറേ. ആരാ പറയാ? ഹീറോയി മേക്കപ്പ് ഈ ഫോട്ടോത്തിൽ മാതിരി ലുക്കായി ജിമ്മിൻ. ഡാൻസ് വാട്ട് ഈസ് നെയിം? അത് അങ്ങനെ ജിമ്മിന് കേട്ടോ. എന്താ ഇംഗ്ലീഷ് അറിയല്ലേ? ഇംഗ്ലീഷ് അറിയോ? ദിയ പറയാ, ദിയ എന്ന് വിളിക്കായിരുന്നു. ഓ നിൻ്റെ പേര് ദിയ ആണോ? അതെ സർ. ശരി, സാറൊന്നും വിളിക്കണ്ട. ഇവിടെ തലയിരിക്കുമ്പോൾ ജിമ്മിനൊന്ന് വിളിച്ചോ. ഓക്കെ ഓക്കെ ജിമ്മിൻ. ജിമ്മിൻ സ്മൈൽ ചെയ്ത് അവിടെ നിന്ന് പോയി. അയ്യോ ക്യൂട്ട് ഏഞ്ചൽ, ഐഡൽ ഏഞ്ചൽ എന്ന് ഹീറോയി പാട്ട് പാടാന്നത്. റോസിവൻ തലക്കുരട്ടി വെച്ച്. ദിയ ഷോക്കായി. എന്തിനടെ അടിക്കുന്നത്? എടി വച്ച് ഉണ്ടാക്കണ്ട, ഇവിടെ ഉള്ളത് കേൾക്കും. ഫാൻ ഗേളെന്ന് ആർമി ഗേളെന്ന് നമ്മൾ മാത്രം 2 ആർമി ഗേൾസ് എന്ന് അറിയില്ല അവർക്ക്. നമുക്ക് ആർമി ഗേൾസ് തന്നെ നമുക്ക് ജോബൊന്നും കിട്ടില്ല. മറമണ്ടി എന്നോട് എന്താ ഞാൻ പറഞ്ഞ? സോറി റോസി. വാടി ജോലി നല്ല ഓത്ത് വാടി. അങ്ങനെ വലിച്ചോണ്ട് പോയി. ജിമ്മിന് നല്ല നല്ല ആക്ടിങ്, സോങ്സ് എല്ലാം, പാട്ട്, ഡാൻസ് കളിക്കുക. ജിമ്മിന് വെച്ച് കണ്ണെടുക്കാതെ സൈറ്റ് അടിക്കുക. റോസി ഇവള് എവിടെ നോക്കുന്നത്? ഹീറോ അവൾ റോസി ഇങ്ങനെ സേവ് ചെയ്യും. ഇങ്ങനെയുണ്ട്, ശരിയുണ്ടാ ഇല്ലല്ലേ റോസി എത്തിയേ? റോസി ഇങ്ങനെ പറയായിരുന്നു, വാവ് ഇവിടെ പ്ലേസ് സൂപ്പറുണ്ട്, ഒരു പ്രശ്നവും ഇല്ലാതെ എന്ന് തിരിഞ്ഞു നോക്കുക. ദിയ സൈറ്റ് അടിക്കുന്നു, പച്ചക്കണ്ണെടുക്കാത്ത സൈറ്റ് മണ്ടയ്ക്ക് ഓറ് കുത്തി. എന്തിനോട് അടിക്കുന്നത് എന്നെ തല്ലുന്ന? എല്ലാവർക്കും മനസ്സിലോടി നീ ഇങ്ങനെ വെച്ച് കണ്ണെടുക്കാൻ സൈറ്റ് അടിക്കാനോ? വാ. അതില്ല, ഞാൻ നോക്കാതെ വരില്ല. അയ്യോ ഇവളൊരു കാര്യമോ, വാ എന്ന് വലിച്ചോണ്ട് പോകുന്നത്. ജിമ്മിനിപ്പോൾ ശ്രദ്ധിച്ചു ചിരിച്ചുകൊണ്ടായിരുന്നു. ജിമ്മിനിക്കറിയോ ഹീറോയിൻ വെച്ച് കണ്ണെടുക്കാതെ ജിമ്മിന് സൈറ്റ് അടിക്കുന്നത്. ശരി, ഇവളെ ആർമി ഗേളാണോ? ശരി. ഓ അവളെ വയസ്സ് ഞാനാണോ? ജിമ്മിൻ സ്മൈൽ ചെയ്തിട്ട് ഡാൻസ് കളിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഹീറോയിനെ വലിച്ചോണ്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്നു. അയ്യോ അമ്മ. നല്ല കാര്യമായി. അങ്ങനെ റോസി അവിടെ നിന്ന് പോയി. ഹലോ അമ്മ, എന്ത് പറ്റി? നീ ഇപ്പം എവിടെ? അത് ഞാൻ ഓഫീസിലാണ്. താഴെറങ്ങി വാ എന്ന് പറയായിരുന്നു. അയ്യോ ഈ അമ്മക്ക് വഴക്കുണ്ടാക്കുക. വരുന്ന ഇല്ല ഉള്ളിലേക്ക് വരുന്ന? വേണ്ട ഞാൻ വരാം. ഹലോ എക്സ്ക്യൂസ് മീ മാനേജറിനോട് പറയാൻ തുടങ്ങി. സാർ എൻ്റെ മോൻ വന്നിട്ടുണ്ട്, ഞാൻ വെളിയിൽ പോയിട്ട് വരാം സാർ, പ്ലീസ് സാർ. ശരി ഓക്കെ, വേഗം പോയിട്ട് വാ, മനസ്സിലായോ? സാർ. ദിയ ഇപ്പോൾ തീരല്ല, നീ വേഗം ഇത്ര മണിക്ക് വരണം എന്ന് പറഞ്ഞു. ശരി സാർ. 9:30 കറക്റ്റ് എത്തണം, മനസ്സിലായില്ലേ? എത്താ സാർ? ഇപ്പോൾ 7:30 ആയത്, 9 മണി എത്തിയാൽ മതി. ഇപ്പോൾ റോസി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. റോസി നീ നോക്കിയാൽ മതി, അവൾക്ക് പോട്ടെ, അവൾ അമ്മ എന്ത് സംസാരിക്കാൻ വിളിക്കുന്നത് അതാ തോന്നുന്നു. ശരി. അങ്ങനെ ജിമ്മി ഡാൻസിലെ പാട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ വേറെ വന്നു.
മാനേജർ എന്ത് പറ്റി സർ? ഇവിടെ ദിയ എന്ന് പറഞ്ഞ കുട്ടി എവിടെയുണ്ടു സർ? അവ ഇപ്പോൾ വെളിയിൽ പോയ. ഇപ്പോൾ മണി നോക്കി 7:40. ഓ, ഞാൻ ജിമ്മിന് വന്നു. ഹീറോയെ പറ്റി എത്തുമ്പോൾ അമ്മ എന്തിനാ വഴക്ക് പറയണ്ടമ്മ, അതൊന്നും ഇപ്പം എനിക്ക് പറ്റില്ല. എന്ന് മമ്മി പറയണേ? അവന് കല്യാണം കഴിക്കണം, എനിക്ക് പറ്റില്ല. അവന് ഒരു വാസ്കൾ, അവൻ ഞാൻ കല്യാണം കഴിക്കില്ല അമ്മ പ്ലീസ്. എൻ്റെ ഫ്രണ്ടിക്ക് റോൾ ലെറ്റർ ഫസ്റ്റ് എനിക്ക് പ്രപ്പോസ് ചെയ്തായിരുന്നു. സീനിയർക്ക് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തു, നെക്സ്റ്റ് എനിക്ക് പ്രപ്പോസ്, പിന്നെ അവൾക്ക് റോസിക്ക് പ്രപ്പോസ് ചെയ്ത്. ഇവനിക്ക് എല്ലാ ഗേൾസ് കണ്ട് അവൾ സൗന്ദര്യമുണ്ട്, അവൾ ഭംഗിയുണ്ട് പറയാ. എന്ത് മമ്മി, എനിക്ക് ഇവൻ ഇഷ്ടമല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ. ദിയ പറഞ്ഞേക്ക്, ഇതൊന്നുമില്ല ഡാഡി അവനെ തന്നെ എനിക്ക് മാരേജ് ചെയ്യും. അമ്മ അതൊന്നുമില്ല മോം, ഞാൻ വേറെ ആൾ ലവ് ചെയ്യുന്നു. ദിയാണ് മമ്മിക്ക് ഷോക്ക്. എന്ത് ലവ് ചെയ്യുന്ന? ആരെന്ന് കാട്ടി? അത് ഇങ്ങനെ പറയുമ്പോയിരുന്നു അതൊരാളാണ്, ഒരു ഒരു ഒന്ന് പറയുമായിരുന്നു. അപ്പം ജിമ്മി വന്നു. എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ഹീറോയിനും മമ്മി തിരിഞ്ഞു നോക്കിയായിരുന്നു. ജിമ്മിനായിരുന്നു. ഇത് മമ്മി ഇങ്ങനെ തേങ്ങി ജിമ്മിന് വന്നത്. എന്താ ദിയ അവിടെ ചെയ്യുന്നത്? ഇതെൻ്റെ മോമാണോ? ഹായ് ആൻറ്റി, ജിമിൻ പാർക്ക് ജിമിൻ. ജിമിൻ പറഞ്ഞു. ഞാനൊരു ആൻറ്റിക്ക് അറിയില്ലേ? അറിയിപ്പാ. ജിമിൻ പറഞ്ഞു. ആൻറ്റി എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഒരു ഹെൽപ്പ് പ്ലീസ് ആൻറ്റി. ഓക്കേപ്പാ വാ. ഹീറോയിൻ പറയുന്നത്, അമ്മ നീ എവിടേക്ക് പോവാ? പോടി. അതിൻ്റെ ഹീറോയിൻ്റെ മമ്മി ഒരു പ്രൊഫസറാണ്, ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അങ്ങനെ ജിമ്മിന് കുറച്ച് സംസാരിച്ചു. ജിമ്മി ഓക്കെ എന്ന് തലാട്ടായിരുന്നു. ജിമ്മിൻ്റെ മമ്മി ഹീറോയിൻ്റെ മമ്മിക്ക് ഷോക്കായിരുന്നു. എന്നോട് സംസാരിച്ച് ഷോക്കായിട്ട് ഒക്കാണ് അങ്ങനെയെന്ന് ചോദിക്കുമായിരുന്നു. ശരി ഓക്കെ. ജിമ്മിന് സ്മൈൽ ചെയ്ത് അവരോട് പോയി. ഹീറോയിൻ വന്ന് ചോദിച്ചു, ജിമ്മിന് പോയി. മമ്മി എന്താ മമ്മി ഒരു ജിമ്മിൻ സാർ പറഞ്ഞ? അത് നിനക്ക് എന്തിനാ? ശരി, നിനക്ക് അവൻ ഇഷ്ടമില്ലല്ലേ? ഇല്ല മമ്മി, നീ ലവ് ചെയ്യുന്നല്ലേ? അതെ. ശരി, അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. അമ്മ സമ്മതിച്ചല്ലോ. അപ്പം സമാധാനമായി. ശരിടി, നീ പോയിക്കോ ഓഫീസിക്ക്. മമ്മി ഇപ്പോൾ ശരി, ഞാൻ ഒന്നുമില്ല, കേക്ക് വന്നതാ. അങ്ങനെ ഹീറോയിൻ മമ്മി വീട്ടിൽ പോയി അച്ഛനോട് പറഞ്ഞു ഇത് ഇങ്ങനെ കാര്യം വന്നത്. അങ്ങനെ ഓക്കെ ഹസ്ബൻഡ് പറഞ്ഞു. ഹീറോയിൻ മമ്മി സന്തോഷം.